ആരോടും പറയാതെ ദിലീപ് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് പുറത്ത് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കൈകളും കാലുകളും കെട്ടിവച്ചിരിക്കുന്നൊരവസ്ഥ, സംസാരിക്കാനോ എഴുന്നേൽക്കാനോ പോലും പറ്റാത്തൊരവസ്ഥ. അതായിരുന്നു എൻ്റെ കാര്യം. എൻ്റെ വശം എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അത് നിലവിലിരിക്കുന്ന കേസാണെന്നും പ്രതി മറ്റ് സാക്ഷികളെയും മറ്റുള്ളവരെയും എല്ലാം തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും പറയും. അത്തരം രീതിയിൽ ഞാൻ ഒരുപാട് കാലം അനുഭവിച്ചു. എന്നോട് പോലും പലരും മിണ്ടാതെയായി. അതെല്ലാം ഇതിനൊരു ഉദാഹരണം തന്നെയാണ്. പ്രേക്ഷകരെല്ലാവരും വളരെയധികം വ്യത്യാസമായി തന്നെ ഇതിനെ കാണുകയും ചെയ്യുന്നു. ഓരോ തവണയും പ്രേക്ഷകർ ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിലീപ് ആ ജയിലിനുള്ളിൽ അനുഭവിച്ചതെന്ന് നമുക്കറിയില്ല. ശരിക്കും വളരെ ദുഃഖമാണ് ആ ഒരു വാർത്തയോട് തോന്നുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം വേദനയോടെയാണ് ആ വാർത്ത കേൾക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അത് മനസ്സിലാകുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെ കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നതും മനസ്സിലാകുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇപ്പോൾ ദിലീപിനോടൊപ്പം തന്നെയാണ് എന്ന് പറയാം. എന്നു മുതലാണോ അദ്ദേഹം പ്രതിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്, അതിനുശേഷം എല്ലാവരും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് കേസ് ബന്ധപ്പെട്ട് താൻ അനുഭവിച്ചതിനെക്കുറിച്ച് പൊതുവേദിയിൽ നടൻ സംസാരിക്കുന്നത്. വെറുതെ വായിൽ തോന്നിയ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും ദിലീപ് പറഞ്ഞു. നടന്റെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കേണ്ടതായുണ്ട്. ഒരേ കാലഘട്ടത്തിലാണ് ഞാനും ഡോക്ടറും ഒരു ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഡോക്ടറെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട്. എൻ്റെ വിഷയത്തിൽ എന്നെ ഒറ്റപ്പെടുത്താൻ, ഒരു ഐലൻഡ് പോലെയാക്കാൻ, ഒരാളുടെ പിന്തുണയോ സഹായമോ ഇല്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് പോലീസുകാർ ചേർന്ന് പല പരിപാടികൾ ഒപ്പിച്ചു. പാവം ഡോക്ടറെയും അതിൽ പിടിച്ച് അതിൽ ബലിയാടാക്കുകയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ വരെ ചിത്രീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അതിൽ വലിയ സങ്കടമുണ്ടായിരുന്നു. കാരണം എൻ്റെ പേരിൽ പാവം നല്ല മനുഷ്യൻ എത്രയാണ് ബലിയാടാകുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. എന്നെ അവർ ഉപദ്രവിക്കുന്നതെല്ലാം അവർക്ക് തെളിവുകൾ കിട്ടാതെ വന്നപ്പോഴായിരുന്നു. അതിനുശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായി വന്നു. വെറുതെ വായിൽ തോന്നിയ ഓരോ കാര്യങ്ങൾ ആരൊക്കെ ഉന്നയിക്കുന്ന പോലെ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട രൂപത്തിലായിരുന്നു. കെട്ടിയിട്ട് അടിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മിണ്ടാതെ കൊണ്ടോണ്ടിരിക്കാനേ സാധിക്കൂ. അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു താനെന്നാണ് ദിലീപ് പറയുന്നത്. ദിലീപ് അത് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കൊന്ന് മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം വിഷമത്തിലാണ് അദ്ദേഹം പറയുന്നതെന്ന്. തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം വാർത്തയിൽ പറയുന്നത്. അനുഭവിക്കേണ്ടി വന്നത് ദുരിതമാണ്. ശരിക്കും പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു വലിയ ദുരിതം തന്നെയാണെന്നും വിധിച്ചതെന്നും അതത്ര കൃത്യമായി പറയാനും സാധിക്കുന്നതിനെക്കുറിച്ചും വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ദിലീപ് ആദ്യമായിട്ടാണ് ഇത് പൊതുവേദിയിൽ വെച്ച് താൻ അനുഭവിച്ചതിനെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടെത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.